അപ്പോൾ ഈ ഓരോന്നും ജീവാത്മാക്കളാണ്. മരം അല്ലെ, നമ്മൾ മാത്രമല്ല, സകല ചരാചരങ്ങളും ജീവാത്മാക്കളാണ്. ഈ മരങ്ങളും ജീവാത്മാക്കളാണ്. അപ്പൊ ഈ മരത്തിൽ നിന്ന് അഗ്നിശോഭയോടുകൂടിയിട്ട് രണ്ട് ദേവന്മാർ പുറത്തു വന്നു. അത് കുബേരന്റെ മക്കളായിരുന്നു. കുബേരന്റെ മക്കൾക്ക് ദേവലോകത്ത് നിന്ന് നാരദ മഹർഷിയുടെ ശാപം കിട്ടിയിട്ട് മരങ്ങളായി പോട്ടെ എന്ന് ശപിച്ചിട്ടാണ് അവരിവിടെ വന്നത്. അവര് മദ്യലഹരിയിലും സ്ത്രീകളുടെ വിഷയത്തിലൊക്കെ ഇരുന്ന് ഗംഗാദേവിയൊക്കെ തെറ്റായ രീതിയിൽ എന്താ പറയുക, ഗംഗയിലൊക്കെ ഇറങ്ങി അവര് വസ്ത്രമൊക്കെ ഇല്ലാതെ കുളിച്ച് അതിന്റെ ശാപമാണ് അവർക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ വസ്ത്രങ്ങളൊക്കെ മര്യാദയ്ക്ക് ധരിച്ചില്ലെങ്കിൽ എന്താണ്, നമ്മൾ മരങ്ങളായിട്ടും ജനിക്കുന്ന അടുത്ത ജന്മം. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യണം. പിന്നെ പുണ്യ നദികളിൽ കുളിക്കുമ്പോൾ നമ്മൾ വസ്ത്രമില്ലാതെ കുളിക്കാൻ പാടില്ല, പിന്നെ തുപ്പാൻ പാടില്ല, മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഈ കഥയിലൂടെ ഒരുപാട് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ദേവർഷി നാരദൻ ഈ ഇത്രയും വലിയ ദേവന്മാർ ഈ തെറ്റുകളൊക്കെ ചെയ്തു കണ്ടപ്പോഴാണ്, നിങ്ങൾ വസ്ത്രം ഇല്ലാതിരിക്കാനോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ മരങ്ങളായി പോട്ടെ, 36,000 ദേവവർഷം മരങ്ങളായി പോട്ടെ എന്ന് ശപിച്ചു. ആ ശാപം കിട്ടിയപ്പോൾ ഇവർ രണ്ടുപേരും നാരദ മഹർഷിയെ നമസ്കരിച്ചിട്ട് ദയവായി ഞങ്ങളുടെ ശാപമോക്ഷം തരണേന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ദേവർഷി പറയും, ഈ 36,000 ദേവർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ്വാപരയുഗം ആരംഭിക്കും. അവിടെ സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ അവിടെ അവതരിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്പർശം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശാപം ഇല്ലാണ്ടാകുന്നു. അങ്ങനെയാണ് ഈ ലീല നടന്നത്. അപ്പോൾ ഇവിടെ ഒരു ലീലയിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലേ, യശോദയുടെ പ്രേമത്തിന് ഉയർത്തുന്ന സംഭവം, പിന്നെ അതുപോലെ ദേവന്മാർക്ക് മുക്തി കിട്ടി, ഇതൊക്കെ നടന്നു. അതിൻ്റെ ഇടയിൽ ഗോപിമാർ പറഞ്ഞാൽ പ്രേമം മാത്രമല്ല, അവർ ഈ ഈശ്വരഭാവത്തിലൊന്നും ഭഗവാനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വന്നിട്ട് ഈ മഴ വീണപ്പോൾ ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റിയാവോ എന്നുള്ള സങ്കടമായി. നന്ദഗോപരൻ, കൃഷ്ണന്റെ അച്ഛൻ നന്ദമഹാരാജ് അല്ലേ, നന്ദമഹാരാജ് യശോദ ദേവിയെ ചീത്ത പറഞ്ഞു, എന്തിനാ ഉണ്ണിനെ ഇങ്ങനെ കെട്ടിയിട്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് യശോദയ്ക്ക് സങ്കടമായി. എല്ലാവരും എടുത്തിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്ക് പേര് പറ്റിയിട്ടുണ്ടാവുമോ എന്ന് വെച്ചിട്ട് എന്താ പശുവിൻ്റെ പാല് കൊണ്ട് ഒഴിഞ്ഞു, പിന്നെ മറ്റേ ഗോമൂത്രം കൊണ്ട് കുളിപ്പിക്കുക, പിന്നെ ചാണകവെള്ളം തെളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ കിട്ടിയോ? പശു എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നെഗറ്റീവ് എനർജീനെ നമുക്ക് കളയാനായിട്ട് തുളസി, പശു അല്ലേ, പശുവിടെ വീടുകളിലൊക്കെ ആയുസ് കൂടുന്നു പറയാം. നെഗറ്റീവ്സിനൊന്നും കിടക്കാൻ ചാണകവെള്ളമൊക്കെ തെളിച്ച പശുവിൻ്റെ മൂത്രം കൊണ്ട് കുളിപ്പിച്ച് ശുദ്ധാക്കാനൊക്കെ പശുവിൻ്റെ മൂത്രം ഉപയോഗിച്ച് നമുക്ക് അടുക്കളയൊക്കെ ശുദ്ധാക്കാന്ന് പറയും. അപ്പം അതുപോലെ ഭഗവാനിങ്ങനെ അവർ ഗോപിമാരെ അങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ഈ ചിരാതില്, മൺചിരാതില് നെയ്യ് വിളക്കുകൊണ്ട് കണ്ണു പറ്റാതിരിക്കാൻ ആരതി ചെയ്യണം. അതായത് കൃഷ്ണന് കണ്ണു പറ്റിയെന്നാണ് അവരുടെ വിചാരം അല്ലേ. അവരെന്നെ അങ്ങനെ യോഗമായി മറച്ചിരിക്കണം. കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രേമം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭഗവാനെ കണ്ണു പറ്റി വെച്ചിട്ട് എല്ലാവരും ആരതി ഒഴിഞ്ഞിട്ട് നമ്മൾ കടുക് ഉപ്പ് സ്കൂൾ വീട്ടിൽ